ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നമുക്ക് അർച്ചനയ്ക്ക് ജീവിക്കാനുള്ള തുക എന്താന്ന് വെച്ചാൽ കൊടുക്കാം. എന്നിട്ട് നിന്റെയും അർച്ചനയുടെയും ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണമെന്ന് അവന്തിക പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഏട്ടത്തി ഇപ്പോൾ പറഞ്ഞത് 1 മാസം മുമ്പായിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ എല്ലാം കേട്ടേനെ. പക്ഷേ ഇപ്പോൾ കാര്യം അങ്ങനെയല്ല. അർച്ചനയെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കി തുടങ്ങിയത്. അർച്ചനയില്ലാത്തൊരു ജീവിതം ഇനി സച്ചിക്ക് ഉണ്ടാവില്ല. ഈ 6 മാസക്കാലത്തോളം അർച്ചനയെ മനസ്സിലാക്കാൻ സാധിക്കാത്തതിൽ വിഷമിച്ചാണ് ഞാനിപ്പോൾ കഴിയുന്നത്. ഈ ലോകത്ത് ഇനി ദൈവമെന്നല്ല ആര് വിചാരിച്ചാലും സച്ചി അർച്ചനയും തമ്മിൽ വേർപിരിക്കാനാകില്ല. പിന്നെ ഡിവോഴ്സ് നോട്ടീസിന്റെ കാര്യം അർച്ചനയുടെ മുമ്പിൽ വെച്ച് ഞാൻ തന്നെ അത് വലിച്ചു കീറി കളയുകയാണ് ഉണ്ടായത്. ഞാൻ ഇപ്പോഴാണ് അർച്ചനയും ഒത്ത് സന്തോഷിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഏട്ടത്തി, എന്റെ കാര്യം ഓർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. അർച്ചനയില്ലാതെ സച്ചിയില്ല, സച്ചിയില്ലാതെ അർച്ചനയുമില്ല. അത്ര തന്നെയെന്ന് പറഞ്ഞ് സച്ചി അകത്തേക്ക് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് വരുന്ന അർച്ചനയോട് മാഷി ചോദിക്കുകയാണ്, നീ നല്ല ആളാണല്ലോ, സച്ചി വന്ന് വിളിച്ചിട്ട് നീ എന്താ എഴുന്നേൽക്കാഞ്ഞത്? സച്ചിയേട്ടൻ വന്നെന്നോ? എപ്പോ? അപ്പോൾ നീ ഒന്നും അറിഞ്ഞില്ലേ? ഞങ്ങൾ രണ്ടുപേരും രാവിലെ കണി കണ്ടത് സച്ചിയാണ്. ഇവിടെ അടുത്തം കണ്ടു ജോഗിങ്ങിന് വന്നെന്നാ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കറിയാം നിന്നെ കാണാൻ വന്നതാന്ന്. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, ഞാൻ കരുതി സ്വപ്നത്തിൽ വന്നതായിരിക്കുമെന്ന്. സ്വപ്നമൊന്നുമല്ല, അവൻ വന്നിട്ട് നീ ഉറങ്ങുകയല്ലേ എന്ന് വിചാരിച്ച് വിളിക്കാതെ പോയതാ. ഇത് കേൾക്കുന്ന അർച്ചന സന്തോഷത്തോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചന സച്ചിയെ വിളിക്കുന്നതാണ്. നല്ല ആളാ, രാവിലെ വന്ന് എൻ്റെ കഥക് വരെ വന്ന് നിന്നിട്ടും എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ. അത് പിന്നെ താൻ ഉറങ്ങുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതാ വിളിക്കാഞ്ഞത്. ഇത്രയും നാളും നമ്മൾ ഒരു മുറിയിലല്ലേ കിടന്നത്, എന്നിട്ടെന്താ അതൊന്നും ആസ്വദിച്ചില്ലായിരുന്നോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സച്ചി പറയുകയാണ്, ഇപ്പോഴല്ലേ ഞാൻ തന്നെ ശരിക്കും സ്നേഹിച്ചു തുടങ്ങിയത്. ഞാൻ സച്ചിയേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നെന്ന് അർച്ചന പറയുമ്പോൾ എൻ്റെ അവസ്ഥയും അത് തന്നെയാണെന്ന് സച്ചി പറയുകയാണ്. അങ്ങനെ കോള് കട്ട് ചെയ്ത് സച്ചിയെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനമാണ്. അനൂപ് തൻ്റെ പാസ്ബുക്കിന് വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് മീരയോട് വന്ന് അത് എടുത്തു തരാൻ പറയുമ്പോൾ മീര പറയുകയാണ്, അതെല്ലാം ഞാനൊരു കവറിലാക്കി വെച്ചിരിക്കുക, ഞാൻ എടുത്തു തരാം. അങ്ങനെ മീര കവർ കൊണ്ടുവരുമ്പോൾ അനൂപ് അതിൽ നിന്നും തൻ്റെ പാസ്ബുക്ക് തപ്പുകയാണ്. അതേസമയം അവന്തിക മീരയ്ക്ക് കൊടുത്ത ചെക്ക് അതിൽ നിന്നും താഴേക്ക് വീഴുന്നു. മീര അതെടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അനൂപ് അതെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ആര് തന്ന ചെക്കാണെന്ന് അനൂപ് ചോദിക്കുമ്പോൾ മീര പറയുകയാണ്, അത് പിന്നെ നെല്ലിശ്ശേരിന്ന് ആരാ നിനക്ക് ഈ ചെക്ക് തന്നത്? അത് നെല്ലിശ്ശേരിയിലെ ഒരു വേണ്ടപ്പെട്ടവർ തന്നെയാ തന്നത്. അതാ ഞാൻ നിന്നോട് ചോദിച്ചത്, നിനക്കാരാ നെല്ലിശ്ശേരിയിൽ വേണ്ടപ്പെട്ടവരെന്ന്. അത് അവന്തിക തന്നതാ. നിനക്കെന്തിനാ അവന്തിക തന്നത്? നീയും അവന്തികയും തമ്മിൽ എന്താ ഇടപാടെന്ന് അനൂപ് ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് മീര. അത് പിന്നെ നമ്മുടെ പ്രാരാബ്ദമൊക്കെ കണ്ടിട്ട് എനിക്ക് അവന്തിക തന്നതാ. നിന്നെ ഇവിടെ ഒരു കുറവും ഇല്ലാതെയല്ലേ ഞാൻ നോക്കുന്നത്. 3 നേരം ഭക്ഷണം തന്നതുകൊണ്ട് മാത്രം ഒരു കുറവും ഇല്ലാതിരിക്കില്ലെന്ന് മീര പറയുമ്പോൾ അവന്തികയുടെ ചെലവില് ജീവിക്കേണ്ട ഗതികേടൊന്നും ഈ അനൂപിനില്ലെന്നും, ഒന്നെങ്കിൽ നീ ഇത് കൊണ്ടു കൊടുക്കണം, ഇല്ലെങ്കിൽ ഞാൻ കൊണ്ടു കൊടുത്തോളാമെന്ന് അനൂപ് പറയുന്നു. ഞാൻ എന്താണെങ്കിലും കൊണ്ടു കൊടുക്കില്ല. ഇവിടെ കടക്കാരൊക്കെ വരുമ്പോഴേ ആവശ്യങ്ങളുള്ളതാ. കൂടാതെ മോളുടെ ഫീസ് അടയ്ക്കാനും സമയമായിരിക്കുകയാ. ഇത് കേൾക്കുന്ന അനൂപ് ദേഷ്യത്തോടെ പറയുകയാണ്, എങ്കിലേ എനിക്കറിയാം ഇതെവിടെയാ കൊണ്ട് കൊടുക്കേണ്ടതെന്ന്, ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം. അത്രയും പറഞ്ഞ് അനൂപ് ചെക്കുമായിട്ട് നെല്ലിശ്ശേരിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സ്നേഹയും സേതുമാധവനും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അനൂപ് വരികയാണ്. അല്ല മോനെ, അർച്ചന അവിടെ അല്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ അനൂപ് പറയുകയാണ്, ഞാൻ അർച്ചനയെ കാണാനല്ല വന്നത്, ഞാൻ അവന്തികയെ കാണാനാ വന്നത്. തുടർന്ന് സേതു അവന്തികയെ വിളിക്കുമ്പോൾ അവന്തിക അങ്ങോട്ടേക്ക് വരുന്നു. തുടർന്ന് ആ ചെക്ക് അവന്തികയുടെ കയ്യിലേക്ക് നൽകിയിട്ട് അനൂപ് ചോദിക്കുകയാണ്, എന്താ ഇത്? ഇത് ഞാൻ കൊടുത്ത ചെക്കാണല്ലോ, അതെന്തിനാണെന്നാ ഞാൻ ചോദിച്ചതെന്ന് അനൂപ് ചോദിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഈ 1 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുക്കാനും മാത്രം നിങ്ങളും എൻ്റെ ഭാര്യയും തമ്മിൽ എന്താ ഇടപാട്? ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ അനൂപിനെ നോക്കുന്നു. ഇടപാടോ? എന്തിടപാട്? ഞങ്ങൾ തമ്മിൽ ഇടപാടൊന്നുമില്ല. ഞാൻ മീരയെ റോഡിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോൾ സംസാരമൊക്കെ കേട്ടപ്പോൾ ഇത്തിരി കഷ്ടപ്പാടാണെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കൊടുത്തതാ. ഇത് കേൾക്കുന്ന അനൂപ് ദേഷ്യത്തോടെ പറയുകയാണ്, ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷേ ആ സഹായം വൃന്ദാവനം വീട്ടിലേക്ക് വേണ്ട. ഇപ്പോൾ ഞാൻ പോവുകയാണ്. ഇനി എന്താണെങ്കിലും ഇതുപോലൊരു സാഹചര്യം നിങ്ങളായിട്ട് ഉണ്ടാക്കാൻ നിൽക്കരുത്. അത് നമ്മൾ രണ്ടു കൂട്ടർക്കും വിഷമം ഉണ്ടാക്കത്തേ ഉള്ളൂ. അത്രയും പറഞ്ഞ് അനൂപ് അവിടെ നിന്ന് പോകുമ്പോൾ ആകെ അപമാനിതയായി നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് സേതു ചോദിക്കുകയാണ്, എന്താ മോളെ ഇതൊക്കെ? നിനക്കറിയാവുന്നതല്ലേ അവരുടെ വീട്ടുകാരുടെ സ്വഭാവമൊക്കെ. നമ്മളിൽ നിന്നല്ല ആരെയും ആശ്രയിക്കാതെ ജീവിക്കുന്നവരാ അവർക്ക് അതാണ് ഇഷ്ടവും. നമ്മള് നല്ലതെന്ന് കരുതി ചെയ്യുന്നതൊക്കെ അവർക്ക് അഭിമാനക്ഷതമായി മാത്രമേ തോന്നുകയുള്ളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ നീ ചെയ്ത കാര്യം എങ്ങനെ അവര് വന്ന് പറഞ്ഞതെന്ന്. അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾക്കും നിൽക്കണ്ടെന്ന് സേതുമാധവൻ പറയുന്നു. തുടർന്ന് സ്നേഹ പറയുകയാണ്, ഫോൺ വിളിച്ച് പറയേണ്ട ഒരു കാര്യമാ അനൂപേട്ടൻ ഇവിടെ വന്ന് നേരിട്ട് പറഞ്ഞത്. അത്രയ്ക്കും വിഷമമുണ്ടായതുകൊണ്ടാകാം ഇവിടെ വന്ന് പറഞ്ഞത്. അവരെ പണം കൊണ്ട് സഹായിക്കുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. എന്താണെങ്കിലും അവന്തിക ചെയ്തത് തെറ്റായിപ്പോയെന്ന് സ്നേഹ പറയുമ്പോൾ ദേഷ്യത്തോടെ സ്നേഹയെ നോക്കുകയാണ് അവന്തിക.
ഇനിയിപ്പോൾ വന്നത് വന്നു, ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് സേതുമാധവനും സ്നേഹയും അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി ഓഫീസിൽ നിന്നും വരുന്നതാണ്. സച്ചിയെ കണ്ടയുടൻ സ്നേഹ ചോദിക്കുകയാണ്, നല്ല വിഷമമുണ്ടല്ലേ, മുഖത്ത് കാണുന്നുണ്ട്. എന്ത് വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. ഏട്ടത്തിയില്ലാത്തതിൻ്റെ വിഷമം കാണുന്നുണ്ടെന്നാ പറഞ്ഞത്. ആ, എനിക്ക് വിഷമമുണ്ട്. നിനക്കെന്താ? എങ്കിലേ വിഷമിക്കണ്ട, ആളവിടെ മുകളിൽ വന്നിരിപ്പുണ്ട്. ആര്? അർച്ചന വന്നോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ അതെ, ഏട്ടത്തി വന്ന് മുറിയിലിരിപ്പുണ്ടെന്ന് സ്നേഹ പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി സ്നേഹയെ തള്ളിമാറ്റി മുറിയിലേക്ക് ഓടി ചെല്ലുകയാണ്. അർച്ചനയെ കാണുന്ന സച്ചിക്ക് സന്തോഷമാവുകയാണ്. സന്തോഷത്തോടെ അർച്ചനയുടെ അരികിലേക്ക് ഓടി ചെല്ലുന്ന സച്ചിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.